കൊട്ടിയൂർ പെരുമാൾ സാക്ഷാൽ നമ്മുടെ കൊട്ടിയൂരപ്പൻ. മഹാദേവൻ ഏറ്റവും ശക്തമാർന്ന ഭാവത്തിൽ നിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രം. വിളിച്ചാൽ വിളിപ്പുറത്താണ് ഭഗവാൻ. ആ പൊന്നു കൊട്ടിയൂരപ്പന്റെ തിരുമുറ്റത്ത് ഇത് ഉത്സവത്തിന്റെ നാളുകളാണ്. അനേകായിരങ്ങൾ ഈ ജന്മത്തിൽ ഒരിക്കലെങ്കിലും ആ പുണ്യഭൂമിയിൽ ഈ തിരുവുത്സവ നാളുകളിൽ ഒന്ന് കാലുകുത്താൻ കൊതിച്ചു നിൽക്കുന്ന മഹാദേവന്റെ അതിശക്തിയാർന്ന സാന്നിധ്യമുള്ള സ്ഥലമാണത്. കണ്ണൂർ ജില്ലയിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം അതിന്റെ എല്ലാ പ്രൗഢികളോടും കൂടി 2025 ജൂൺ 8 മുതൽ ജൂലൈ 4 വരെ, അതായത് ഇടവമാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയാണ്. കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ. വളപട്ടണം പുഴയുടെ കൈവഴിയായ പുണ്യനദിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു. പുഴയുടെ തെക്ക് ഭാഗത്താണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഇവിടെ സ്ഥിരമായ ക്ഷേത്രമുണ്ട്. പുഴയുടെ വടക്ക് ഭാഗത്തായാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. വൈശാഖോത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രമായി ഒരു താൽക്കാലിക ക്ഷേത്രം കെട്ടിയുണ്ടാക്കും. ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടാവില്ല. അക്കരെ കൊട്ടിയൂരിലാണ് മൂലക്ഷേത്രം. ഇവിടെ ജലാശയത്തിന് നടുവിൽ സ്വയംഭൂവായി മണിത്തറയിൽ മഹാദേവനും ഭഗവത് പത്നിയും ശക്തി ചൈതന്യവുമായ സതീദേവി യാഗാഗ്നിയിൽ താൻ ആത്മാഹൂതി ചെയ്ത സ്ഥാനമായ അമ്മാറക്കൽ തറയിലും സ്ഥിതി ചെയ്യുന്നു. ഇവയെ ചുറ്റിപ്പറ്റിയുള്ള പ്രദക്ഷിണ വഴിക്ക് പേര് തിരുവൻചിറ എന്നാണ്. വൈശാഖ മഹോത്സവ സമയത്ത് മാത്രമേ ഇവിടെ പൂജയുള്ളൂ. ബാക്കി കാലത്ത് ഇക്കര കൊട്ടിയൂരിലാണ് ഭഗവാൻ സന്നിഹിതനായിരിക്കുക. ഈ കാലത്ത് അക്കര കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവുകയില്ല. ത്രിമൂർത്തികളും 30 മുക്കോടി ദേവകളും ഒന്നിച്ചുകൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമാണ്. തന്റെ മകൾ സതീദേവി പരമശിവനെ വിവാഹം ചെയ്തത് ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ 14 ലോകത്തെ ശിവൻ ഒഴികെ മറ്റെല്ലാവരെയും, അതായത് 30 മുക്കോടി ദേവകളെയും സർവ്വ ഐശ്വര്യത്തിനായി താൻ നടത്തുന്ന യാഗത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ക്ഷണിച്ചില്ലെങ്കിലും സതീദേവി യാഗം കാണാൻ അവിടെ എത്തിയ സതീദേവി തന്നെയും തന്റെ മഹാദേവിനെയും ദക്ഷൻ അവഹേളിച്ചതിൽ മനം നൊന്ത് യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. കൈലാസത്തിലിരുന്ന പരമശിവൻ ഇതറിഞ്ഞ് ഗോപാകുലനായി തന്റെ ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ താടി പറിച്ചെറിഞ്ഞു ശിരസറുത്തുമാറ്റി. ഗോപാകുലനായ ശിവൻ സതീദേവിയുടെ ശരീരം കൈകളിലേന്തി താണ്ഡവ നൃത്തമാടി. ഇതിൽ പരിഭ്രാന്തരായ ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി. ദക്ഷന്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ച് അങ്ങനെ യാഗം പൂർത്തിയാക്കുകയുണ്ടായി. പിന്നീട് ആ പ്രദേശം വനമായി മാറി. പ്രകൃതിയോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവമാണ് കൊട്ടിയൂരിലേത്. വൈശാഖോത്സവം മഴക്കാലത്തായിരിക്കും. ഇല്ലെങ്കിൽ ഉത്സവം എത്തിയാൽ മഴ എത്തിയിരിക്കും എന്നത് ഉറപ്പാണ്. പ്രദക്ഷിണ വഴിയിൽ ജലം ഒഴുകിയിരിക്കണം എന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രമാണ് കൊട്ടിയൂരിലേത്. നിത്യപൂജ എന്ന് പറയുന്നതിനേക്കാൾ യാഗം എന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളുമെല്ലാം. ചടങ്ങുകൾക്ക് വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരും. ഉത്സവം നടത്താൻ ചുമതലയുള്ള വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്. ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിലേക്ക് പ്രവേശനമില്ല. കൂടാതെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഉത്സവമാണ് കൊട്ടിയൂരിലേത്. ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര വരെയുള്ള 28 ദിവസങ്ങളിലായാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. അങ്ങനെ 28 ദിവസം നീളുന്ന ഈ വൈശാഖോത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാകരുത് എന്നാണ് ദൈവിക വിധി. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഉത്സവത്തിന് ബാക്കിയാവുന്ന ചടങ്ങുകൾ ആരംഭിച്ചുകൊണ്ട് തന്നെയാണ് അടുത്ത വർഷത്തെ ഉത്സവം തുടങ്ങുന്നത് തന്നെ. വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നള്ളത്തിന് മുൻപും മകം നാൾ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഉത്സവം കാണാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഇതാണ്. അതായത് വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നള്ളത്തിന് മുൻപും മകം നാൾ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഉത്സവത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ജൂൺ 9-ാം തീയതി അർദ്ധരാത്രിയിൽ ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷമാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനം ഉണ്ടാവുക. മകം നാളായ ജൂൺ 30 തിങ്കളാഴ്ച ഉച്ചവരെ മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അതായത് ഉച്ചശീവേലിക്ക് ശേഷം പ്രവേശനം ഉണ്ടാവുകയില്ല.
അതുകൊണ്ട് തന്നെ ജൂൺ 10 മുതൽ ജൂൺ 30 ഉച്ചവരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ഉത്സവം കൂടാൻ പോകുന്നതിന് മുൻപ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് വ്രതം നോൽക്കാൻ കഴിയുകയാണെങ്കിൽ, അതായത് ഒരാഴ്ചത്തേക്ക് മത്സ്യ മാംസാദികൾ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഇനി അത് കഴിഞ്ഞില്ലാച്ചാലും തലേ ദിവസം, അതായത് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് തലേ ദിവസം ഉറപ്പായും മത്സ്യ മാംസാദികൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ഐശ്വര്യമാണ്. കാരണം അത്രയും പരിപാവനമായ ഒരു സന്നിധിയിലേക്കാണ്, മഹാദേവന്റെയും ദേവിയുടെയും സാന്നിധ്യം അത്രയും ശക്തമായി നിൽക്കുന്ന ഒരു സന്നിധിയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. അതുകൊണ്ട് തലേ ദിവസമെങ്കിലും മത്സ്യ മാംസാദികൾ ഒഴിവാക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിലെത്തുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാം. ഓടപ്പൂവ് നിരനിരയായി ഇങ്ങനെ ഒരു അപ്പൂപ്പൻ താടി പോലെ വെളുത്തിട്ട് കിടക്കുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നറിയുമോ അത് കാണാനായിട്ട്. വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിൽ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്തി ആദരപൂർവ്വം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവിനും ദക്ഷയാഗചരിതവുമായി ബന്ധമുണ്ട്. അതായത് വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ താടി, അതായത് ദീക്ഷ പറിച്ചെറിഞ്ഞ ശേഷമാണ് തല അറക്കുന്നത്. ആ ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തുകയുണ്ടായി. ഈ ദീക്ഷയത്രേ ഓടപ്പൂക്കൾ പ്രതിനിധാനം ചെയ്യുന്നത്. പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് സർവ്വ ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉത്സവത്തിനോടനുബന്ധിച്ച പ്രധാനപ്പെട്ട ദിവസങ്ങളും ചടങ്ങുകളും ഒന്ന് സൂചിപ്പിക്കാം. ജൂൺ 8 നെയ്യാട്ടമാണ്. ജൂൺ 9 ഭണ്ഡാരം എഴുന്നള്ളത്ത് നടക്കും. അന്ന് അർദ്ധരാത്രിക്ക് ശേഷമാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമുണ്ടാവുക. ജൂൺ 15 തിരുവോണം ആരാധനയാണ്. ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു ദിവസമാണിത്. വളരെയധികം ചടങ്ങുകളുള്ള ഒരു ദിവസമാണ്. ജൂൺ 17 ഇളനീർ വെപ്പ്. ജൂൺ 18 ഇളനീരാട്ടം, അതുപോലെ അഷ്ടമി ആരാധന നടക്കുന്ന ദിവസമാണ്. വളരെ പ്രത്യേകതയുള്ള ഭക്തജനങ്ങളെ കൊണ്ട് ക്ഷേത്ര പരിസരം ജനനിബിഡമാകുന്ന ഒരു ദിവസമാണ്. ജൂൺ 20 രേവതി ആരാധന. ജൂൺ 24 രോഹിണി ആരാധന. ജൂൺ 26 തിരുവാതിര ചതുശതം. ജൂൺ 27 പുണർദം ചതുശതം. ജൂൺ 28 ആയില്യം ചതുശതം. ജൂൺ 30 മകം കലം വരവ്, കലം പൂജ. ജൂലൈ 3 അത്തം ചതുശതം, വാളാട്ടം, കലശപൂജ എന്നിവ അന്ന് നടക്കും. ജൂലൈ 4 തൃക്കലാശാട്ട്, അതായത് തൃക്കലാശാട്ടോടുകൂടി നമ്മുടെ വൈശാഖ മഹോത്സവം സമാപിക്കുകയാണ്. അങ്ങനെ കൊട്ടിയൂരപ്പന്റെ വൈശാഖ മഹോത്സവത്തിൽ പങ്കുചേരാൻ ഏവർക്കും സാധിക്കട്ടെ. അതിന് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോട് ചേർന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.